എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, നടിഗർ, ഗെറ്റ് സെറ്റ് ബേബി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മാരുവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാമിലി മൂവിയായിരുന്നു. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. വിൻസി, ഇന്ദ്രജിത്ത് തുടങ്ങി ഒരുപാട് പേര് മാരുവിലും ഗോപുരത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ ഇറങ്ങി കുറേ നാളായി, ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ ആമസോൺ പ്രൈം സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. ഈ മാസം ലാസ്റ്റാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് തങ്കമണി. ദിലീപ്, നീതാപിള്ളയാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു കഥയാണ് സിനിമ പറഞ്ഞു പോയത്. എന്നിട്ടും തങ്കമണിക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഒരു റിയൽ സ്റ്റോറിയാണ് തങ്കമണി പറയുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് തങ്കമണി ഈ മാസം OTTയിൽ എത്താൻ പോകുന്നത്. ജൂലൈ ലാസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കൂട്ടം യുവതാരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരുന്നു കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ്. സിനിമ റിലീസായത് 2023 ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ജൂലൈ മാസം ലാസ്റ്റ് വീക്കിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപും തമനയും ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ് ബാന്ദ്ര. ഇതൊരു ഗാങ്സ്റ്റർ മൂവിയാണ്. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടുവെങ്കിലും OTTയിൽ ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. ബാന്ദ്ര സിനിമ ഇറങ്ങിയിട്ട് വർഷങ്ങളായി, ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ആമസോൺ പ്രൈം നേരത്തെ തന്നെ ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിട്ടുള്ളതാണ്. കമ്മീസൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് യാതൊരു അപ്ഡേറ്റും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ഈ മാസം ലാസ്റ്റ് വീക്കിൽ ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കാൻ പോവുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി മൂവിയായിരുന്നു പെരുമാനി. തിയേറ്ററുകളിൽ നല്ല വിജയമാണ് പെരുമാനി നേടിയെടുത്തത്. എന്നിട്ടും പെരുമാനിയുടെ OTT റിലീസ് ചെയ്യുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈം പെരുമാനിയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. 2 വർഷത്തിന് ശേഷമാണ് പെരുമാനി സിനിമ റിലീസിനെത്തുന്നത്. സണ്ണി വെയിൻ, ലുക്മാൻ, വിനയ് ഫോർട്ടാണ് പെരുമാനി സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. പെരുമാനി ഈ വീക്കിൽ തന്നെ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് JSK എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് സിനിമയുടെ പേര്. നല്ല അഭിപ്രായമല്ല സിനിമയ്ക്ക് ലഭിച്ചത്. നല്ല ഹൈപ്പിൽ സിനിമ വന്നുവെങ്കിലും പെട്ടെന്ന് സിനിമ വാഷൗട്ടായി. സുരേഷ് ഗോപിയാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴിതാ JSK എന്ന സിനിമ ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് 1 മാസത്തിനുള്ളിലായിരിക്കും JSK സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു ബസൂക്ക. തിയേറ്ററുകളിൽ ബസൂക്ക പരാജയപ്പെട്ടുവെങ്കിലും OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. കാരണം നല്ല അഭിനയമാണ് മമ്മൂട്ടി ബസൂക്കയിൽ കാഴ്ചവെച്ചത്. C5 ആണ് ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വീക്ക് സിനിമ വരുമെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെ ബസൂക്ക റിലീസാക്കിയിട്ടില്ല. ഇപ്പോഴിതാ ജൂലൈ മാസം 28 C5ൽ ബസൂക്ക സിനിമ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. നല്ല അഭിപ്രായമാണ് ഫൂട്ടേജ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഒരുപാട് വിവാദം സിനിമയുടെ പോസ്റ്റർ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഫൂട്ടേജ് സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഈ ഒരു ത്രില്ലർ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ജൂലൈ മാസം ലാസ്റ്റ് വീക്കിലാണ് ഫൂട്ടേജിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഗെറ്റ് സെറ്റ് ബേബിക്ക് വേണ്ടി ആരും തന്നെ വെയിറ്റ് ചെയ്യുന്നില്ല. അത്രയ്ക്കും ലാഗാക്കിയിരിക്കുകയാണ്. മനോരമ മാക്സ് 2 മാസം മുന്നേ തന്നെ ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. പക്ഷേ സിനിമ OTTയിൽ വരുന്നില്ല. ഉണ്ണിമുകുന്ദനും നിഖിലമലും കൂടിയാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സിൽ വരാൻ പോവുകയാണ്. ഈ വീക്ക് തന്നെ ഗെറ്റ് സെറ്റ് ബേബി റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് എന്ന് സ്വന്തം പുണ്യാളൻ നേടിയെടുത്തത്. ബാലു വർഗീസ്, അർജുൻ അശോകൻ, അനശ്വര രാജൻ ഇവരാണ് പുണ്യാളൻ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പുണ്യാളൻ്റെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാറാണ് പുണ്യാളൻ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ജൂലൈ മാസം ലാസ്റ്റ് വീക്കിലാണ് എന്ന് സ്വന്തം പുണ്യാളൻ്റെ OTT റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് സർക്കിട്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്.
ആസിഫ് അലി നായകനായ സിനിമയായിരുന്നു സർക്കിട്ട്. ഇതൊരു ചെറിയൊരു സിനിമയാണ്, പക്ഷേ സർക്കിട്ട് സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. നല്ല അഭിപ്രായമാണ് സർക്കിട്ട് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. എന്നിട്ടും സിനിമ പരാജയപ്പെട്ടു. ഒരു കുട്ടിയുടെ കഥയാണ് സർക്കിട്ട് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഇതാ സർക്കിട്ട് സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. ജൂലൈ 30 മുന്നേ സർക്കിട്ട് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകും. ഇനിയും ഒരുപാട് സിനിമകൾ ഈ മാസം വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.